Hi friends, ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ചു തരുന്നത് CSS ആനിമേഷൻ ആണ്. അതായത് നമുക്ക് ചില വെബ്സൈറ്റിൽ കാണാം ചില ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കായി കളർ ചേഞ്ച് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS ആനിമേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു HTML തന്നെയാണ് ഞാൻ ഈ CSS ആനിമേഷൻ ആഡ് ചെയ്യുന്നത്. CSS ആനിമേഷന് വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. നമുക്ക് ആ HTML പേജ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഞാനൊരു ഡിവിഷൻ ചേർക്കുകയാണ്. ഒരു ക്ലാസ് നെയിം കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ആനിമേറ്റ് എന്ന് കൊടുക്കാം. ഒരു ബ്ലാങ്ക് ഡിവിഷനാണ്. ഞാൻ അതിൽ സ്റ്റൈൽ എഴുതാണ്. ഡോട്ട് ആനിമേറ്റ്. അതിന് വിഡ്ത്ത് ഞാനൊരു 100 പിക്സൽ കൊടുത്ത്, ഹൈറ്റ് 100 പിക്സൽ. പിന്നെ നമുക്ക് ഡിവിഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. റെഡ് കൊടുക്കാം. നമുക്ക് ഓരോ ന്യൂ ലൈൻ കൊടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇത്ര കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് ഇനി എങ്ങനെ റൺ ചെയ്യുന്നു നോക്കാം. കണ്ട സൈഡിൽ ഒരു റെഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ ആനിമേഷൻ്റെ കോഡ് എങ്ങനെ എഴുതാൻ നോക്കാം. അതിനുള്ള കീവേഡാണ് ആനിമേഷൻ. അത് നമ്മൾ നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനൊരു നെയിം കൊടുക്കുന്നത് എക്സാമ്പിൾ എന്ന് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എത്ര ടൈം ആനിമേഷൻ വേണമെന്ന് കൊടുക്കാം. ആനിമേഷൻ ഡ്യൂറേഷൻ നമുക്ക് വേണം ഡിലേ കൊടുക്കുക. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ആനിമേഷനിൽ. ഡ്യൂറേഷൻ ഞാനൊരു 5 സെക്കൻഡ് എടുത്തു, അത് 5s എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആനിമേഷൻ നെയിം എക്സാമ്പിൾ ആണ്. ഇനി അതിന് കീ ഫ്രെയിംസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ആനിമേഷൻ ചെയ്യാം. എന്നിട്ട് കീ ഫ്രെയിംസ് എക്സാമ്പിൾ, നമ്മുടെ ആനിമേഷൻ നെയിം എക്സാമ്പിൾ ആണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വേണ്ട കോഡ് എഴുതാൻ വേണ്ടി നമ്മൾക്ക് പെർസെൻറ്റേജ് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഫ്രം ടു വെച്ച് തുടങ്ങാം. നമുക്ക് ഇവിടെ 0% ആകുമ്പോൾ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് ടൈമിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഇങ്ങനെ ഓരോ പെർസെൻറ്റേജിൽ മാറ്റി കൊടുത്താൽ അത് ആ പെർസെൻറ്റേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി കളർ മാറിക്കൊള്ളും. ഇനി ഞാൻ 25% എത്തുമ്പോൾ ബ്ലൂ ആവും. 50% ആകുമ്പോൾ യെല്ലോ കൊടുക്കാം. 75% ആകുമ്പോൾ ബ്ലാക്ക് കൊടുക്കാം. പിന്നെ 100% ആകുമ്പോൾ സെയിം റെഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലായി റെഡ് കൊടുത്തിട്ടില്ല, ആ റെഡിലേക്ക് തന്നെ വരുത്തുക. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അത് കളർ ചേഞ്ച് ചെയ്യുന്ന ഓരോ, ഇപ്പോൾ നമ്മൾ 5 സെക്കൻഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സെക്കൻഡിലും കണ്ടോ, അത് 5 സെക്കൻഡ് വർക്കായി സ്റ്റോപ്പായി. ഇനി നമ്മൾ ഇതിൽ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ആനിമേഷൻ ഐറ്ററേഷൻ കൗണ്ട് ഇൻഫൈനൈറ്റ് കൊടുത്താൽ
അത് കറങ്ങിക്കൊണ്ടേയിരിക്കും, അത് നിൽക്കാതെ. ഓരോ റിഫ്രഷ് ചെയ്താൽ പിന്നെ ഒരിക്കലും നിൽക്കില്ല, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, റെഡ് വന്നു, പിന്നെയും പോയി. നമുക്ക് എത്ര വേണ്ട, കൗണ്ട് എത്ര വേണ്ടിച്ചാൽ അത് കൊടുക്കാം. ഈ ഓപ്ഷൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ കളർ ചേഞ്ച് മാത്രമേ വന്നുള്ളൂ, നമുക്ക് മൂവും ചെയ്യണം. അപ്പോൾ നമ്മൾ പൊസിഷൻ റിലേറ്റീവ് പറഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ഒരു പൊസിഷൻ സെറ്റ് ചെയ്ത്, ഇനി അവിടുന്ന് നമുക്ക് മാറ്റി കൊടുക്കണം. ലെഫ്റ്റ് കൊടുക്കാം, ലെഫ്റ്റ് ഇനിഷ്യലായിട്ട് 0 കൊടുക്കാം, പിന്നെ റൈറ്റ് 0, സെയിം പൊസിഷനിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് 200 പിക്സൽ, റൈറ്റ് 0 കൊടുക്കുക. അതായത് പിന്നെ ലെഫ്റ്റിൽ നിന്ന് 200 പിക്സൽ മൂവ് ചെയ്യും. പിന്നെ അടുത്തത് ലെഫ്റ്റ് 200 പിക്സൽ, റൈറ്റ് 200 പിക്സൽ. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 200 പോകും. പിന്നെ ടോപ്പ് നടക്കുന്നുള്ളൂ, ടോപ്പിൽ നിന്ന് താഴേക്ക് വരില്ലേ, ടോപ്പ് പിന്നെ ലെഫ്റ്റ് 0 ലെഫ്റ്റേക്ക് ആക്കാൻ, പിന്നെ ടോപ്പ് 200 പിക്സൽ, പിന്നെ സെയിം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് 0 റൈറ്റ് 0. ഞാനിവിടെ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഡിവിഷൻ നിൽക്കുന്ന അതേ പൊസിഷനിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വേറെ കൊടുത്താൽ സ്ക്രീനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. മൂവായിട്ട് നിന്നു. നമ്മൾ നിൽക്കാൻ കാരണം ഇവിടെ ആനിമേഷൻ ഐറ്ററേഷൻ കൗണ്ട് കൊടുത്തില്ല. അല്ലെങ്കിൽ ഇൻഫിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ റൺ ഓടിക്കൊണ്ടേയിരിക്കും, നിൽക്കില്ല അവർ. കണ്ടോ, നിൽക്കുന്നില്ല, അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുക. ഞാനൊരു സിമ്പിൾ ആനിമേഷൻ കാണിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നോളൂ, ഞാൻ റിപ്ലൈ തരാം.